വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫങ്ഷൻസ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻസിൽ 5th ക്വസ്റ്റ്യൻ ഒരു കുട്ടിക്ക് സെക്കൻഡ് പാർട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് 3rd ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ആ കുട്ടി ഇത് കാണുകയാണെങ്കിൽ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഞാനിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, നമുക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പാർട്ടിൽ വീഡിയോയിൽ ഇട്ടതിൽ 5th ക്വസ്റ്റ്യനാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 plus cos 3x into sin square x whole divided by x tan 2x. Limit x tends to 0, 2 plus cos 3x by നമുക്കിവിടെ ബൈ എക്സ് എന്നുള്ളതിനെ നമുക്കൊന്ന് നീക്കി എഴുതാം. ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ എക്സേ ഉള്ളൂ, ഞാനിവിടെ എക്സ് സ്ക്വയർ എഴുതി. അതിಗೆ ഏതായിരിക്കണം ഡൗട്ട് തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എഴുതിയത് സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ, അപ്പോൾ സൈൻ എക്സ് ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താ 1, അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ് സ്ക്വയർ എഴുതിയത്. അപ്പോൾ നമ്മളിവിടെ എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് സ്ക്വയർ എഴുതിയതുകൊണ്ട് ഇവിടെ എക്സ് എഴുതണം. എക്സ് സ്ക്വയർ കട്ടാകുമ്പോൾ എക്സ്. ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് എക്സ് ഇവിടെ കോസ് 0 എത്രയാണ് 1, 2 plus 1 that is 3. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ, ഇത് 1 ആയിട്ട് മാറും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2x by tan 2x into 1/2. എക്സ് ബൈ ടാൻ എക്സും ടാൻ എക്സ് ബൈ എക്സും ഇതുപോലെ തന്നെയാണ്, 1 ആണ്. ഇവിടെ 2x ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2x കൊടുത്തത്. എക്സ് ഇവിടെ ഉണ്ട്. ഈ 2 ക്യാൻസൽ ചെയ്യാനാണ് 1/2. 1 1 3 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1/2. നമുക്ക് ആൻസർ എത്ര കിട്ടി? 3/2. ഇങ്ങനെയാണ് 3/2 കിട്ടി. ഡൗട്ട് ക്ലിയർ ആയല്ലോ? ഈ സ്റ്റെപ്പാണ് ഡൗട്ടായിരുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതിയാൽ നമുക്ക് സൈൻ എക്സ് ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എക്സേ ഉള്ളൂ, നമ്മൾ എക്സ് സ്ക്വയർ എഴുതി. ആ എക്സിനെ എക്സ് സ്ക്വയറിനെ ക്യാൻസൽ ചെയ്യാം, അതിലൊരു എക്സ് ക്യാൻസൽ ചെയ്യാമെങ്കിൽ ഇവിടെ എക്സ് എഴുതി. എക്സ് സ്ക്വയറും കട്ടിയുമ്പോൾ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ ടാൻ എക്സ് എന്താണ് 1 ആണ്. ടാൻ എക്സ് ബൈ എക്സ് 1 ആണ്. ഇവിടെ ക്യാൻസൽ ചെയ്യാം, 1/2 എഴുതി. 3rd ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നത്തെ വീഡിയോയിലുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 log 1 plus log 5 into x divided by 5 raised to x minus 1. നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 5 raised to 0 എത്ര 1, 1 minus 1 0. ലോഗ് ഇത് 0 ആകും അല്ലേ? ലോഗ് 1, ലോഗ് 1ൻ്റെ വാല്യൂ 0. 0/0 ഫോം വരുമ്പോൾ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ലോഗ് 1 ലോഗാകുമ്പോൾ നമുക്കറിയാമല്ലോ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ന്യൂമറേറ്ററായിട്ട് എഴുതുക, ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിനോമിനേറ്ററായിട്ട് എഴുതുക. ലോഗാകുമ്പോൾ 1/1 പ്ലസ് ലോഗ് 5 into x into derivative of this, that is log 5 whole divided by derivative of this 5 raised to x into log 5. d by dx of a raised to x എന്താ? a raised to x into log a, log 5 cancel. എക്സിന് 0 കൊടുക്കുമ്പോൾ 5 raised to 0 1, ഇത് 0 1/1 1
ആൻസർ ഈസ് ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. f of x is equal to greatest integer x plus mod 2 minus x minus 1 less than or equal to x less than or equal to 4. ഇവിടെ ഓപ്ഷൻസ് എഴുതിയാലേ പറ്റുള്ളൂ. f of x is, if f of x is equal to this, then 5 ഓപ്ഷൻസ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ്? Which is true? f is continuous at x is equal to 2. f is not continuous, f of x is not continuous. Continuously short at 3. Continuous at x is equal to 1. f of x is continuous at x is equal to 0. f of x is differentiable at x is equal to 3. f of x is differentiable at x is equal to 3. f of x is not differentiable at x is equal to 3/2. ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എനി ഇൻറ്റിജർ. ഇവിടെ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു 0, ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. 3യിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആകത്തുള്ളൂ അല്ലേ? ഇവിടെ എന്താ? അത് ഡിഫറൻഷ്യബിൾ അല്ല. എന്തായാലും എ അല്ല, സിയും അല്ല, ഡിയും അല്ല. പിന്നെ നോക്കട്ടു, ബിയും ഇയും ഉണ്ട്. അതിൽ നോക്കാമല്ലോ. ഇവിടെ നോൺ 3/2 ഇൻറ്റീജർ അല്ല അല്ലേ? ഇതിൽ കണ്ടിന്യൂസ് ആണ്, അത് ഡിഫറൻഷ്യബിളും ആണ്. കാരണം ഇവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതാണ് ട്രൂ. ആൻസർ ഇതാണ് ബി, ഓപ്ഷൻ 3/2 ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസും ആണ്. ഇവിടെ നോട്ടാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് റോങ് ആണ്. ഇവിടെ ആൻസർ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതാണ് ട്രൂ. Question number 2. f is a function from R to R. f of x is equal to 3 e raised to x, x less than 0, x square plus 3x plus 3, 0 less than or equal to x less than 1 is equal to x square minus 3x minus 3. x greater than or equal to 1. ഇവിടെ ഓപ്ഷൻസ് പറയാതെ എഴുതാതെ പറ്റില്ല. ആൻസർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. f of x is not continuous. Continuous and short at 3. Option C, f is continuous, f of x is continuous on R minus set 0. Option D, f of x is not continuous on R minus set 1.
F is not continuous or R minus at 0, 1. അതാണ് ഓപ്ഷൻ. F is not continuous on R minus set 0, 1. നമുക്കറിയാം ഇവിടെ 0 ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അത് ആദ്യം നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ e raised to 0, 1, 1 into 3, 3. 0 plus 0 plus 3. എല്ലാത്തിൽ ഈക്വൽ ആർത്തിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ വരുന്നത്? 3 തന്നെ വരും അല്ലേ. ഇനി എഫ് ഓഫ് 0 എന്താ? 0 plus 0 plus 3. അത് ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി 1 1ൽ നമുക്ക് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ലിമിറ്റ് നോക്കിയാൽ 1 plus 3 plus 3, 7. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 plus fx, റൈറ്റ് ലിമിറ്റ് when x greater than 1. 1 minus 3 minus 3 minus 5, not equal. So function is not continuous at x is equal to 1. Answer എന്താ? R minus set 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ അതിൽ ഏത് നമ്പർ വന്നാലും അതിൽ കണ്ടിന്യൂസ് ആണ്. ലെസ് ദാൻ 0 ആയിട്ടുള്ളതിന് കണ്ടിന്യൂസ് ആണ്. 0നും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഏതിന് മാത്രമാണ് കണ്ടിന്യൂസ് അല്ലാത്തത്? 1. ഓപ്ഷൻ ഡി. limit x tends to 0 sin x square divided by x sin 5x. Limit x tends to 0 sin x square by x square. ഇവിടെ sin തീറ്റ ബൈ തീറ്റ വന്നാലേ അത് 1 ആകത്തുള്ളൂ അല്ലേ. തീറ്റ ടെൻസ് ടു 0 എന്നാണ്. ഇവിടെ നമ്മൾ 1x എക്സ്ട്രാ എഴുതി. ലിമിറ്റ് x ടെൻസ് ടു 0 x ബൈ സൈൻ 5x. ഇതെന്താ? 1. x ബൈ സൈൻ 5x, 5x ബൈ സൈൻ 5x ഇൻറ്റു 1/5. So answer is 1/5. e raised to x minus 1 by 3 into 1 minus e raised to x. 0 e raised to 0, 1. 1 minus 1, 0. 1 minus 1, 0. Hospital rule apply here. E raised to derivative of e raised to x, e raised to x into 2 change. E raised to 0, 1. e raised to 0, 1. 0 minus 2, minus 2. Minus 2 into 3. Minus 1/6. Log 1 plus x plus 1 minus a raised to x whole divided by 4x square minus 9x. ഇവിടെ നമ്മൾ 0 എടുക്കും. 0/0 ഫോം വരും അല്ലേ. log 1 0, 0 plus 1 1, e raised to 0 1. നമുക്ക് ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. log 1/1 plus x, derivative of 1 0, derivative of e raised to x 0, 4 into 2x. x ന് 0 എടുക്കുമ്പോൾ 1/1 1, 1 minus 1 0, 0 by minus 9, that is 0. Number 6. Limit x tends to 0, 1 minus cos mx by 1 minus cos mx. ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ 1 minus cos mx by
ആൻസർ എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താ എം. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എം. 1 minus cos 7x 1 minus cos 2x എന്ന് വെച്ചാൽ 7 സ്ക്വയർ ബൈ 2 സ്ക്വയർ. ഇത് സ്റ്റാൻഡേർഡ് ഫോർമുല. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 1 minus cos തീറ്റ എന്ത് 2 sin സ്ക്വയർ തീറ്റ ബൈ 2 mx ബൈ 2 2 sin സ്ക്വയർ nx ബൈ 2 2 ക്യാൻസൽ. ഇനി നമുക്കിതിന് ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് MCQ അല്ലേ, അതുകൊണ്ടാണ് എളുപ്പത്തിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. sin mx by 2 mx by 2 sin nx by 2 by nx by 2 whole square. ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ എഴുതിയല്ലേ. m square x square by 4 by n square x square by 4. x square by 4 cancel out. And the limit x tends to 0 1 by 1 1 m square by അങ്ങനെയാണ് അത് കിട്ടുന്നത്. നെക്സ്റ്റ് വീഡിയോ ഞാൻ ട്രിഗണോമെട്രിയാണ്. എല്ലാവരും പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കുട്ടികൾക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. താങ്ക് യു.